അപ്പോൾ ഇനി ഇത്തിരി ബാംഗ്ലൂർ വിശേഷങ്ങളായാലോ. സോ നാട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെ ബാംഗ്ലൂരിൽ എത്തിപ്പെടാമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാപ്പൻ എന്നോട് ചോദിക്കുന്നത്, നമുക്കൊരു റോഡ് ട്രിപ്പ് ആയാലോ എന്ന്. ഹമ്പ് അടിച്ച് പൊളിച്ച് പോവാന്നുള്ള ഇതിലും പിന്നെ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ക്ലിഷേ വെച്ചിട്ടുള്ള വഴിയരികിൽ നിർത്തുന്നു, തട്ടുകടയിൽ നിന്ന് മുട്ട കഴിക്കുന്നു, കരുക്ക് കുടിക്കുന്നു എന്നൊക്കെയുള്ള ഫുൾ പ്ലാൻ വെച്ച് ഞാൻ പാപ്പൻ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കയറി. ഞാനാണ് കാറിൽ കയറി 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേൽക്കുന്നത് ആനന്ദ് ഭവൻ്റെ അവിടെ നിർത്തുമ്പോഴാണ്. രാവിലെ 5 മണിക്ക് പുറപ്പെട്ട കാരണം തന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി അവിടെ നിർത്തി. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അടിപൊളി ദോശയും കഴിച്ച് വീണ്ടും യാത്ര തുറന്നു. ദൃഢമായി ഞാൻ നിശ്ചയിച്ചിരുന്നു ഇപ്രാവശ്യം ഞാൻ ഉറങ്ങില്ല, എന്തായാലും കാഴ്ച കാണണമെന്ന്. പക്ഷേ ഇത്തിരി നേരം കാഴ്ച കണ്ടു കേട്ടോ. പണ്ടത്തെ 90s കേരളത്തിനെ ഓർക്കുന്ന പോലെ നല്ല തെങ്ങും തോപ്പും വാഴത്തോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റത് കർണാടക തമിഴ്നാട് ബോർഡറിൽ വണ്ടി നിർത്തിയപ്പോഴാണ്. എന്തിനാണ്? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ കഴിച്ച ദോശ അങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ടും ഞാൻ കരുതി ഇത്തിരി കുഞ്ഞിതായിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഓർഡർ ചെയ്താണ് ആദ്യത്തെ മെനുവിൽ കണ്ട ആദ്യത്തെ ഐറ്റം സെറ്റ് ദോശ. വന്നപ്പിണ്ട് 3 ദോശ, അതോ ഒരു 1.5 ദോശയായിരുന്നു. സംഭവം കിടലം തന്നെയാണ്. പക്ഷെ ഇതൊന്നും കഴിച്ചു തീർക്കാനുള്ള എന്താ പറയുക വയറ്റിൽ സ്പേസോ ഉണ്ടായില്ല. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു ഉറങ്ങില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് തുറന്നിരുന്നത് കൊണ്ട് വഴിയോരത്തിക്കൂടെ പോയ കുറച്ച് കുരങ്ങന്മാരെ കണ്ടു. അത് കഴിഞ്ഞ് പാപ്പൻ ഇങ്ങനെ എന്നോട് പറയണ്ടേ, ഇതാണ് മമ്മൂക്കേര ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു റിയാക്ഷനും ഇല്ലാതെ അവർ തിരിഞ്ഞു നോക്കിയപ്പോണ്ട് പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ ഞാൻ വീണ്ടും സുഖനിദ്ര. അങ്ങനെ ഞങ്ങൾ ലേറ്റ് ഒരു ആഫ്റ്റർനൂണൊക്കെ ആയപ്പോൾ ബാംഗ്ലൂർ ജാസ്മിൻ്റെ ഫ്ലാറ്റിലെത്തി. അവിടെ അലൻകുട്ടിയും ആനും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ ഞാൻ അതിലും എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ അമ്മോ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം പറഞ്ഞു നമുക്ക് ഇത്തിരി നേരം ചില്ല് ചെയ്ത് വെറുതെ വീട്ടിലിരിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ അന്ന് തന്നെ രാത്രിയാണ് നിയറസ്റ്റ് ഷോപ്പിംഗ് മോളിൽ പോയി അവിടെയുള്ള ഗെയിം സോണ് പ്ലേ ഏരിയയിലൊക്കെ പോയി എല്ലാ സാധനങ്ങളും ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ടേജിൽ കയറി എൻ്റെ അമ്മച്ചിയെ എന്തൊക്കെ ഭക്ഷണങ്ങളായിരുന്നു, പലതരം ഭക്ഷണങ്ങളും കണ്ടും വയറ് നിറഞ്ഞു, കഴിച്ചും വയറ് നിറഞ്ഞു വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇനിയും ബാംഗ്ലൂർ വന്നപ്പോൾ കുറച്ച് ടു ഡു ലിസ്റ്റൊക്കെ ആയിട്ടാണ് സ്യൂറിക്കിൽ നിന്ന് വന്നത്. പക്ഷേ നാട്ടിൽ ചെന്നപ്പോൾ പോലെ തന്നെ ബാംഗ്ലൂർ ചെന്നപ്പോൾ ആ ടു ഡു ലിസ്റ്റൊക്കെ തന്നെ അപ്പം തന്നെ കയറി കളഞ്ഞു. കാരണം എന്താണെന്നറിയില്ല, ദിസ് ടൈം ഐ വാണ്ടഡ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ലവ്ഡ് വൺസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, കാരണം ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം. ടാറ്റ, ബൈ ബൈ, സീ യു.